അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവനേകിയ എറണാകുളം വൈപ്പിൻ എടവനക്കാട് സ്വദേശിയായ ജാസ്നിയയുടെ സംസ്കാരം ഉടൻ നടക്കും. രാവിലെ അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലും പൊതുദർശനമുണ്ടായിരുന്നു. ആയിരങ്ങളാണ് ജാസ്നിയയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. ജാസ്നിയയെ വാഹനം പിടിച്ച ശേഷം നിർത്താതെ പോയ ഡോക്ടർ സിറിയക് പി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് വൈപ്പിൻ എടവനക്കാട് സ്വദേശിനിയായ ജാസ്ലിയ എന്ന പെൺകുട്ടിക്ക് അപകടമുണ്ടാകുന്നത്. അങ്കമാലിയിൽ വെച്ച് കാറിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ ജാസ്ലിയയുടെ തലയ്ക്കാണ് ക്ഷതമേറ്റത്. അങ്കമാലിയിൽ തന്നെ അപ്പോൾ പട്രോളിംഗ് ഉണ്ടായിരുന്ന പോലീസുകാരാണ് ജാസ്ലിയയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യ ഘട്ടത്തിൽ എത്തിച്ചിരുന്നത്. പരുക്ക് ഗുരുതരമായതിനെ തുടർന്നാണ് രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. തുടർന്ന് ഇന്നലെ രാവിലെയോടുകൂടിയാണ് ജാസ്ലിയയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. വളരെ വൈകാരികമായ നിമിഷങ്ങളിലും അങ്ങേയറ്റം വേദനയോടുകൂടിയിരിക്കുന്ന സാഹചര്യത്തിലും ആ മാതാപിതാക്കൾ ജാസ്ലിയയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അതായത് കരൾ, വൃക്ക, 2 നേത്രപടലങ്ങൾ തുടങ്ങിയവയാണ് ദാനം ചെയ്തത്. കരൾ രാജഗിരി ആശുപത്രിയിലെ തന്നെ ഒരു രോഗിക്കും, വൃക്ക കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു രോഗിക്കുമാണ് ദാനം ചെയ്തത്. നേത്രപടലങ്ങൾ നേത്രബാങ്കിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്, 2ാം വർഷ ബികോം വിദ്യാർത്ഥിനിയാണ് 19 വയസ്സുള്ള ജാസ്ലിയ. സ്പോർട്സിലും കലയിലുമൊക്കെ മിടുക്കിയായിരുന്നു. നിരവധി ട്രോഫികളാണ്, നിരവധി സമ്മാനങ്ങളാണ് യൂണിവേഴ്സിറ്റി തലത്തിലുമൊക്കെ ജാസ്ലിയ വാങ്ങിക്കൂട്ടിയത്. സ്കൂളിലുള്ള അധ്യാപകരുൾപ്പെടെയും ജാസ്ലിയ അത്തരത്തിൽ വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടിയായ, വളരെ പ്ലസൻ്റായ ഒരു പെൺകുട്ടിയായാണ് ഓർമ്മിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കേസോട്ടോ വഴിയാണ് മാതാപിതാക്കൾ അവയവദാനത്തിനുള്ള കോർഡിനേഷൻ നടത്തിയത്. അടിയന്തരമായി തന്നെ ഈ അവയവം വേണ്ട ആളുകളെ ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ അതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് അവയവദാനത്തിന് ശേഷം ജാസ്ലിയുടെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജ് അങ്കണത്തിൽ പൊതുദർശനമുണ്ടായിരുന്നു. തുടർന്ന് വീട്ടിലും പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ജാസ്ലിയുടെ മൃതദേഹം സംസ്കരിക്കുക. ജാസ്ലിയയുടെ മരണം നാടിനാകെ നോവാവുകയാണ്. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ 2ാം വർഷ ബികോം വിദ്യാർത്ഥിനിയായ ജാസ്ലിയ പഠനത്തോടൊപ്പം കായിക രംഗത്തും മികവ് പുലർത്തിയിരുന്നു. സ്വന്തം പഠന ചെലവിനായി അങ്കമാലിയിലെ പിസ വിൽപ്പനശാലയിൽ പാർട്ട് ടൈം ജോലി ചെയ്തു വരികയായിരുന്നു. ജാസ്ലിയയുടെ വിയോഗത്തിൽ കൂട്ടുകാരും വാക്കുകൾ കിട്ടാനില്ലാതെ പിന്നിട്ടു. ഒരു നിമിഷത്തെ അശ്രദ്ധ അത് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നത്തെയും പ്രതീക്ഷയുമാണ് ഇല്ലാതാക്കിയത്. എന്നിട്ട് പോലും ആ നോവിനിടയിലും ജാസ്ലിയയുടെ മാതാപിതാക്കൾ കൈക്കൊണ്ട മഹത്തായ തീരുമാനം, അതാണ് ജാസ്ലിയെയും കുടുംബത്തെയും വേറിട്ടതാക്കുന്നത്. 19 വയസ്സുള്ള ജാസ്ലിയ അവരുടെ അവയവങ്ങൾ 4 പേർക്ക് പുതുജീവിതമേകാൻ മാതാപിതാക്കൾ അനുവദിച്ചു. ഇന്നലെ രാവിലെ 6:30 മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചപ്പോൾ അടിയന്തരമായി മകളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനാണ് ആ കുടുംബം തീരുമാനിച്ചത്. ഉടൻ തന്നെ അവയവദാനം പൂർത്തിയാക്കി വൈകുന്നേരത്തോടു കൂടിയാണ് ജാസ്ലിയയുടെ മൃതദേഹം തിരിച്ചെത്തിച്ചത്, വീട്ടുകാർക്ക് വിട്ടുകൊടുത്തത്. തുടർന്ന് ഇന്ന് രാവിലെ ജാസ്ലിയ പഠിച്ച അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു. അതിനുശേഷമാണ് വീട്ടിലെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. നിരവധി ആളുകളാണ് വികാരാധീനരായി ജാസ്ലിയെ കാണാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ജാസ്ലിയ സ്പോർട്സിലും ഡാൻസിലും ഒക്കെ അങ്ങേയറ്റം മിടുക്കിയായ ഒരു പെൺകുട്ടിയായി മാറുകയാണ്. പ്രത്യേകിച്ചും കോളേജിലെ അറിയപ്പെടുന്ന ഈ കായിക രംഗങ്ങളിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയായി, എല്ലാവർക്കും കണ്ണിലുണിയായി മാറുന്ന ഒരു പെൺകുട്ടിയായി ജാസ്ലിയ വളരെ പെട്ടെന്നാണ് മാറിയത്. 2ാം വർഷ ബികോം വിദ്യാർത്ഥിനിയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നിരവധി കുട്ടികൾ കോളേജിൽ പൊതുദർശനം ഉണ്ടായിരുന്നിട്ട് പോലും നിരവധി പേരാണ് കണ്ണീരോടെ ജാസ്ലിയെ കാണാൻ വീട്ടിലെത്തി നിൽക്കുന്നത്. നാട്ടുകാരുടെ ഓമനയായിരുന്നു, കൂട്ടുകാരുടെയും കോളേജിലെയും ഒക്കെ കുട്ടികളുടെ ഓമനയായിരുന്നു ജാസ്ലിയ. ആ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടയിൽ നമുക്ക് അവർക്കിടയിലും നിറഞ്ഞ കണ്ണുകളോട് കൂടിയിരിക്കുന്ന കൂട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ കാണാം. ജാസ്ലിയ നാടിന് പ്രിയപ്പെട്ട, വീടിന് പ്രിയപ്പെട്ട, അതുപോലെ കൂട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. ജാസ്ലിയെ എങ്ങനെ ഓർമ്മിക്കുന്നു എന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് പെൺകുട്ടിയെ ഓർക്കുന്നത്? കുട്ടി ഞങ്ങളുടെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. എടവനക്കാട് SDPY KPMHS ആ കുട്ടിയുടെ ക്ലാസ് ആയിരുന്നു ഈ ടീച്ചർക്കാർക്കും കൂടുതൽ അറിയാം. ഞാൻ പഠിപ്പിച്ചിട്ടില്ല, കുട്ടിയെ കണ്ട് അറിയണം എന്നുള്ളതേ ഉള്ളൂ. എപ്പോഴും ചിരിച്ചൊരു മുഖത്തോടുകൂടി കാണുന്നൊരു കുട്ടിയായിരുന്നു. ക്ലാസ് ടീച്ചർ പറഞ്ഞ പോലെ ക്ലാസ് ടീച്ചറാണ്. കുട്ടിയെ നന്നായി അറിയാവുന്ന ഒരാളാണ്. വൈകാരികമാണ് നിമിഷം, എന്നാലും നല്ല കുട്ടിയായിരുന്നു. എപ്പോഴും വളരെ പ്ലസൻ്റായിട്ട് മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നൊരു കുട്ടിയാണ്.
2022 മാർച്ച് ബാച്ചാണ് 10ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സിൽ. എപ്പോഴും ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും. അതുകൂടാതെ എന്തുണ്ടെങ്കിലും വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് വരുന്നൊരു കുട്ടിയാണ്. ജാസ്ലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ് ഔട്ടായി പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സ്കൂളിലേക്ക് കടന്നു വരുന്നൊരു കുട്ടിയാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവൾ സ്കൂളിലേക്ക് വരും. ഇപ്പോൾ ഇന്ന സാറിനെ കാണാനായിട്ട്, പരേഡ് കാണാനായിട്ട്, ആക്ടിവിറ്റി കാണാനായിട്ട് ഓടി വരുന്നൊരു കുട്ടിയാണ് ജാസ്ലിയ. ഒരു ശരിക്കും ഒരു നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഉടമയെന്ന് തന്നെ പറയണം. കാരണം ഇവിടുത്തെ എല്ലാ കടക്കാരും, ഇവിടുത്തെ എല്ലാ നാട്ടുകാരും തന്നെ അവൾ വർത്തമാനം പറയാതെ ആരോടും പോവില്ല. അത്ര വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള മറ്റുള്ളവരോട് ഇടപെടുന്ന ഒരു കുട്ടിയാണ്. ശരിക്കൊരു നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടം തന്നെയാണ്. മാതൃകാപരമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. പക്ഷെ എല്ലാത്തിനപ്പുറത്തേക്കും ഞങ്ങൾക്ക് ആ ഒരു നഷ്ടത്തിൻ്റെ വേദന എന്ന് പറയുന്നത്, അവൾ എന്നാലും അനശ്വരയായി എന്നുള്ള ഒരു ഇത് തന്നെയാണ്. 4 പേർക്ക് പുതുജീവിതം കൊടുക്കാനായിട്ട് അവൾക്ക് സാധിച്ചു. എപ്പോഴും ഒരു പുഞ്ചിരിയായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് പഠിച്ചു പോയിട്ടും ഇപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം, അവരുടെ മോർണിംഗ് സ്റ്റാറിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ വിളിച്ച് പറയുകയും അതിന് ഞങ്ങളുടെ ഒരു സപ്പോർട്ട് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന, ഞങ്ങൾക്കെന്നും മനസ്സിൽ ഓർമ്മയിലെക്കുന്ന നല്ലൊരു കുട്ടിയാണ് അവൾ. മറക്കില്ല അവളെ. വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് അതിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ജാസ്ലിയുടെ സുഹൃത്തുക്കൾ, സഹപാഠികൾ, മുൻപ് സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികൾ, ഇപ്പോൾ പഠിക്കുന്നവർ, അധ്യാപകർ എല്ലാവരും ആ പെൺകുട്ടിയെ ഓർമ്മിക്കുന്നു നിറഞ്ഞ മനസ്സോടെ, നിറക്കണ്ണുകളോടെ. ജാസ്ലിയ അനശ്വരയാകുന്ന ഒരു മൊമെൻ്റാണ്. പ്രത്യേകിച്ചും അവയവദാനത്തിലൂടെ ആ മാതാപിതാക്കൾ കൊണ്ട മഹത്തരമായ തീരുമാനം. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആത്മരവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.